എൻ്റെ ഫോറിലും ഹിമാലയനിൽ ചില ദിവസങ്ങളിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ക്ലച്ച് പിടിച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പോകുമ്പോഴോ അല്ലെങ്കിൽ ആക്സിലേറ്റർ കൊടുത്തിട്ട് കൈ വിടുമ്പോഴോ ഒക്കെ വണ്ടി പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് നിന്ന് പോകും. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില സമയങ്ങളിൽ. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ത്രോട്ടിൽ ബോഡി അഴിച്ച് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ആ ത്രോട്ടിൽ ബോഡി അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ആദ്യം സീറ്റ് അഴിക്കണം. അതിനുശേഷം നമ്മൾക്ക് ടാങ്ക് അഴിച്ച് മാറ്റണം. അതിനുശേഷം ഫ്യൂവൽ പമ്പിൻ്റെ ലൈനും കപ്ലറും ഊരാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഫ്യൂവൽ പമ്പിൻ്റെ ലൈൻ ഊരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്ലർ പിടിച്ച് വെറുതെ പ്രസ് ചെയ്തിട്ട് വെളിയിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പമ്പിൻ്റെ അറ്റം ഒടിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് പതുക്കെ പ്രസ് ചെയ്തതിന് ശേഷം വേണം പുറകോട്ട് ഊരിയെടുക്കാൻ. ടാങ്ക് അഴിക്കാൻ വേണ്ടി ടാങ്കിൻ്റെ മുൻഭാഗം ഇതേപോലെ കുറച്ച് അല്പം പൊക്കുക. അതിനുശേഷം ടാങ്കിൻ്റെ പിൻഭാഗത്ത് വന്നിട്ട് നമ്മൾക്ക് പിൻഭാഗത്തേക്ക് വലിക്കണം. ഒരുപാട് ശക്തി വലിക്കരുത്, മെല്ലെ വലിക്കാവുള്ളൂ. കാരണം അടിയിൽ രണ്ട് കണക്ഷൻസ് ഉണ്ട്. ഒന്ന് ഫ്യൂവലിൻ്റെ ഫ്ലോട്ടിൻ്റെ കണക്ഷനും ഉണ്ട്, ഒന്ന് ഇവാപ്പിലേക്ക് പോകുന്ന ട്യൂബിൻ്റെ കണക്ഷനും ഉണ്ട്. അത് രണ്ടും നമുക്ക് അതിനുശേഷം ഈ ഫ്രണ്ട് വശത്തു കൂടെ, അതായത് പുറകുവശം ബാക്കിലേക്ക് എടുത്തിട്ട് ഫ്രണ്ട് വശത്തു കൂടെ നമുക്കത് രണ്ടും പിടിപ്പിക്കണം. ശേഷം സൈഡ് കവർ രണ്ടും അഴിക്കുക. ഈ സൈഡ് കവറിൻ്റെ 4 അലങ്കി ഉണ്ടെന്നുണ്ടെങ്കിലും അതിൽ 3 എണ്ണം മാത്രമേ ഫങ്ഷണലായിട്ടുള്ള അലങ്കീസ് ഉള്ളൂ. ഒരെണ്ണം ഡമ്മിയാണ്. അത് നമുക്ക് വലിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നതാണ്. അടുത്ത സ്റ്റെപ്പ് ബാറ്ററി റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ബാറ്ററിയുടെ ഒറ്റ 10 മാത്രമേ ഉള്ളൂ. ആ 10 നമ്മൾ അഴിക്കുക. അതിനുശേഷം ആ ക്ലാമ്പ് നമ്മൾ സ്വല്പം ഇടത് ഭാഗത്തേക്ക് നന്നായിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഊരിപ്പോരും. അടുത്തത് നമ്മൾ ബാറ്ററി ഊരിയെടുക്കുകയാണ്. അതിനായിട്ട് നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവും നമ്മൾ വിടിയിക്കുന്നു. ശേഷം സ്റ്റാർട്ടർ റിലേയിലേക്കുള്ള എല്ലാ കണക്ഷൻസും നമുക്ക് വിടിയിച്ചെടുക്കാം. അപ്പോൾ ഈ കണക്ഷൻസ് വിടിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കപ്ലറുകളൊന്നും ചില സമയത്ത് പെട്ടെന്ന് പോരത്തില്ല. അപ്പോൾ ഒന്നും വലിച്ചു പൊട്ടിക്കാതെ എല്ലാം വളരെ സോഫ്റ്റായിട്ട് തന്നെ അതിൻ്റെ ലോക്ക് കറക്റ്റ് കണ്ടുപിടിച്ച് ആ ലോക്കിൽ പ്രസ് ചെയ്ത് വലിച്ചു വരാൻ ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ ചെയ്താലും ബാറ്ററി ഊരിപ്പോരാനൊരു പാടുണ്ടാവും. പക്ഷേ പതുക്കെ വലിച്ചെടുക്കുക. ഇനിയുള്ള മെയിൻ ജോലി എയർ ഫിൽട്ടർ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. എയർ ഫിൽട്ടർ ബോക്സ്. അതിനായിട്ട് 2 10 ബാറ്ററി പിടിച്ച് തരുന്നതിനായി ഇടത് വശത്തും വലതുവശത്തുമായിട്ട് കാണും. അത് രണ്ടും റിമൂവ് ചെയ്യുക. വലതുവശത്തെ കാണാൻ സ്വല്പം ബുദ്ധിമുട്ടാണ്, അത് കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ മഡ് ഗാർഡ് അല്ലെന്നുണ്ടെങ്കിൽ വീലാർച്ച് അഴിച്ചെടുക്കും. വീലാർച്ചിൻ്റെ താഴ്ഭാഗത്തുള്ളത് 2 10 നട്ടാണ്. അതിൻ്റെ അകത്തൊരു ക്ലാമ്പ് വരുന്നുണ്ട്, അത് അഴിക്കുമ്പം കാണാൻ പറ്റും. അതിനുശേഷം മുകളിലായിട്ട് കാണുന്ന ഈ ഒരു ബോൾട്ട് അഴിക്കണം. ഇത് അടിയിൽ നിന്ന് ഏതെങ്കിലും ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് വേണം അഴിക്കാൻ വേണ്ടിയിട്ട്. ശേഷം നമ്മുടെ മഡ് ഗാർഡ് പതിയെ അഴിച്ചു മാറ്റുക. വലിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ ക്ലാമ്പ് പോകും. പക്ഷെ വളരെ ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ ഊരി വരും. പിന്നിലേക്ക് പോകുന്ന വയറിംഗ് കിറ്റ്, മറ്റേ ഫ്യൂസ് ബോക്സ്, അതുപോലെ തന്നെ ആംബിയൻ സെൻസർ, ECU അതിൻ്റെ എല്ലാത്തിൻ്റെയും വയറിങ്ങും സാധനങ്ങളും എല്ലാം ഒരു സൈഡിലേക്ക് എടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് എവിടേക്കാണ് പിന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ പിടിപ്പിക്കേണ്ടത് എന്നുള്ള ഭാഗത്തൊരു കൺഫ്യൂഷൻ വരത്തില്ല. എയർ ഫിൽട്ടർ ക്ലാമ്പ് ചെയ്തിരിക്കുന്നൊരു ക്ലാമ്പുണ്ട് വലതുവശത്ത്, ബാറ്ററിയുടെ പുറകിലായിട്ട് വരും. അതും നമുക്ക് മുഴുവൻ അഴിച്ചു മാറ്റണം. പിന്നീട് നമുക്ക് TPSൻ്റെയും MAPയുടെയും കപ്ലറുകൾ റിമൂവ് ചെയ്യണം. വളരെ ശ്രദ്ധിച്ച് തന്നെ റിമൂവ് ചെയ്യുക. ഒരുപാട് ബലം കൊടുക്കരുത്, പൊട്ടി. അടുത്തത് നമ്മൾ ലൂസാക്കി ഇടേണ്ടത് ത്രോട്ടിൽ ബോഡിയുടെ റബ്ബറോസ് ഉണ്ട്. ത്രോട്ടിൽ ബോഡിയുടെ റബ്ബറോസിൻ്റെ ത്രോട്ടിൽ ബോഡി ചേരുന്ന വശത്തെ ക്ലാമ്പ് ഒരലങ്കി ഉപയോഗിച്ചിട്ട് ലൂസാക്കി ഇടുക. നന്നായിട്ട് ലൂസാക്കുക. ആക്സിലേറ്റർ കേബിൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും ഈ മൗണ്ടിങ് അഴിക്കേണ്ട കാര്യമില്ല. പക്ഷേ എനിക്ക് കുറച്ച് ഇട കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മൗണ്ടിങ് ലൂസാക്കുകയാണ്. അപ്പോൾ ഈ മൗണ്ടിങ്ങിൻ്റെ ഈ കാണുന്ന 2 ബോൾട്ട് മാത്രമേ ഞാൻ അഴിക്കുന്നുള്ളൂ. മറ്റേ ബോൾട്ട് ലൂസാക്കിയത് താഴേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. കാരണം അത് ഊരി പോരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. വെറുതെ ഊരിയെടുക്കേണ്ട കാര്യവും നമുക്കില്ല, അല്ലാതെ നമുക്ക് ഇട കിട്ടും അവിടെ. അതിനുശേഷം ത്രോട്ടിൽ കേബിൾ നമ്മൾ അതിൻ്റെ അടിയിലത്തെ ചെക്കിനിട്ട് ലൂസാക്കി, മേളത്തെ ചെക്കിനിട്ട് ലൂസാക്കി, മേളത്തെ അഡ്ജസ്റ്റിംഗ് നട്ട് ലൂസാക്കി നമ്മൾ ഊരിയെടുക്കുക. എയർ ഫിൽട്ടർ ബോക്സിനോട് ചേർന്ന് നമുക്കൊരു IAT സെൻസർ കാണാൻ പറ്റും. ഈ IAT സെൻസറിൻ്റെ കപ്ലറും വിടുവിക്കുക. അപ്പോൾ ഈ കപ്ലറുകൾ വിടുവിക്കുന്ന എൻഫീൽഡിനെ സംബന്ധിച്ച് നല്ല ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് മാത്രം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. അഴിച്ചുമാറ്റി വീലാർച്ചിനുള്ളിൽ ചെറിയൊരു ക്രോസ് ബാർ കാണാൻ പറ്റും. ആ ക്രോസ് ബാറിൻ്റെ അറ്റത്ത് 2 10 ഉണ്ട്. ആ 10 ഇതേപോലെ തന്നെ അഴിച്ചു മാറ്റി കഴിഞ്ഞാൽ ഇനി നമ്മുടെ എയർ ഫിൽട്ടർ കേസ് ഏകദേശം ഫ്രീ ആയിട്ടുണ്ടാവും. എയർ ഫിൽട്ടർ ഹോസിലേക്ക് ബ്രീത്തർ ഹോസിൻ്റെ 2 ക്ലിപ്പുകൾ, ഒന്ന് മേളിലും ഒന്ന് താഴെയുണ്ട്. മേളത്തിൽ മാറ്റുന്നത് ഞാൻ കാണിച്ചിട്ടുള്ളൂ.
അതും കൂടെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ എയർ ഫിൽറ്റർ ഇതേപോലെ ഫ്രീ ആകും. അപ്പോൾ നമുക്ക് അത് ഊരിയെടുക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട്. അപ്പോൾ ഊരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ത്രോട്ടിൽ ബോഡി കാണാൻ പറ്റും. നമ്മൾ നേരത്തെ ത്രോട്ടിൽ ബോഡിയിലെ കണക്ഷൻസ് എല്ലാം പിടിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് പതിയെ പതിയെ ഇതേപോലെ ഇളക്കി നമുക്ക് അത് പുറകോട്ട് ഊരിയെടുക്കാൻ പറ്റും. ത്രോട്ടിൽ ബോഡി ഇളകി അവിടെ സ്പേസ് ആയി കഴിയുമ്പോൾ നമുക്ക് ചോക്കിൻ്റെ കണക്ഷൻ ഊരിവിടാനായിട്ട് പറ്റും. അപ്പം ചോക്കിൻ്റെ കണക്ഷൻ അവിടെ വെച്ചുകൊണ്ട് തന്നെ സ്പാനർ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ത്രെഡ് മെറ്റലിലേക്കാണ് കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ബലമൊന്നും കൊടുക്കരുത്. വളരെ ഡെലിക്കേറ്റ് ആയിട്ടാണെന്നുള്ളൊരു ബോധത്തോടു കൂടി വേണം നമ്മൾ ഊരാൻ വേണ്ടിയിട്ട്. സോ ത്രോട്ടിൽ ബോഡി നമ്മൾ ഊരിയെടുത്തു. ത്രോട്ടിൽ ബോഡിക്കകം നന്നായിട്ട് കരിയും ഏതാണ്ടൊക്കെ പിടിച്ചിരിപ്പുണ്ട്. നമുക്കിനി ഇത് പെട്രോൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. പെട്രോളിലിട്ട് അകവും പുറവും നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. സോ ക്ലീൻ ചെയ്യുമ്പം ഇങ്ങനെ ചെറിയൊരു ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടാവും. പിന്നെ പേപ്പറൊന്നും അധികം ഇട്ട് അതിൻ്റെ അകത്ത് പിടിക്കാതിരിക്കുക, കാരണം സ്കോറിംഗ് മാർക്കൊക്കെ വീണാൽ പാടായിരിക്കും. തിരികെ പിടിപ്പിക്കുമ്പം ഇതുപോലെ വെളി വെച്ചിട്ട് തന്നെ ചോക്ക് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കണം. അകത്ത് കയറ്റി നമുക്ക് പിടിപ്പിക്കാൻ പാടാണ്. പിന്നെ അതേപോലെ തന്നെ ചോക്കിന് ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹാൻഡിൽ ബാറിൻ്റെ അവിടെ നിന്ന് ചോക്കിൻ്റെ കേബിൾ അഴിച്ചു വിടുക. അല്ലെങ്കിൽ നമ്മൾക്കിത് പിടിപ്പിക്കാൻ നല്ല ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നതായിരിക്കും. പിന്നീട് തിരികെ നമ്മൾ ആദ്യം അഴിച്ച് ആ ക്ലാമ്പ് അലങ്കി വെച്ച് ആദ്യം മുറുക്കി അത് പൊസിഷനാക്കി വെക്കുക. അതിനുശേഷം നമ്മുടെ ആക്സിലേറ്റർ കേബിൾ നമ്മൾ കയറ്റിയിടുക. ആക്സിലേറ്റർ കേബിൾ കയറ്റിയിടുമ്പം നമ്മുടെ ത്രോട്ടിലെ 2 ഹോള് കാണും. അപ്പോൾ നമ്മുടെ ലെങ്തിനനുസരിച്ച് നമുക്ക് ഏതിൻ്റെ അകത്ത് വേണമെങ്കിലും കയറ്റിയിടാനായിട്ട് സാധിക്കും. ത്രോട്ടിൽ ആദ്യം കയറ്റിയിട്ട ശേഷം മാത്രം നമ്മുടെ ചെക്ക് നട്ട് കറക്റ്റ് പ്ലേക്ക് അനുസരിച്ചിട്ട് വെച്ചിട്ട് മുറുക്കുക, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഊരിയെടുത്ത് അതേ രീതിക്ക് തന്നെ എയർ ഫിൽറ്ററിൻ്റെ ബോക്സ് തിരികെ കയറ്റി. എയർ ഫിൽറ്ററിൻ്റെ ബോക്സ് തിരികെ കയറ്റുമ്പം ബ്രീത്ത് റോസ് ഉണ്ടല്ലോ, ബ്രീത്ത് റോസിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള കണക്ഷൻ വിടിവെച്ചിടുക. കാരണം നമുക്ക് കുറച്ച് ക്ലിയറൻസിൻ്റെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രീത്ത് റോസിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ അവിടുത്തെ ക്ലിപ്പ് കയറ്റിയിടുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ പ്ലെയർ കയറ്റുക. അകത്തുനിന്ന് പ്ലെയർ കയറ്റി കഴിഞ്ഞാൽ നമുക്കത് ക്ലിപ്പിടാൻ സാധിക്കാതെ വരും. അഴിക്കുന്ന സമയം ത്രോട്ടിലിൻ്റെ കണക്ഷൻസ് വിടിവിക്കുന്ന സമയത്ത് ഞാൻ വിട്ടുപോയ ഒരു ഓസാണിത്. ഇവാപ്പിന്ന് ത്രോട്ടിലേക്ക് വരുന്ന ഓസാണ്. തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ഈ ഓസ് ആദ്യം കണക്ട് ചെയ്ത് കറക്റ്റാക്കി ചെറിയൊരു ക്ലിയറൻസിൽ വെക്കുക. എങ്കിൽ മാത്രമേ ഉള്ളൂ ബ്രീത്ത് റോസ് നമുക്ക് കയറുള്ളൂ, അല്ലെങ്കിൽ ബ്രീത്ത് റോസ് തട്ടി നിൽക്കും. എയർ ഫിൽറ്റർ ബോഡി റീഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം അഴിച്ച 2 പത്തുകൾ ബാറ്ററിയുടെ 2 സൈഡിലെ അത് ആദ്യം തിരിച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് എളുപ്പം ഉണ്ടാവും. ശേഷം എയർ ഫിൽറ്ററിന് ക്ലാമ്പ് പിടിപ്പിക്കുക. ക്ലാമ്പ് പൊസിഷൻ ആക്കിയിട്ട് കറക്റ്റായിട്ട് വെച്ച് മുറുക്കുക. അതിനുശേഷം നമ്മളുടെ ബാക്കിലത്തെ ക്രോസ് ബാർ പിടിപ്പിക്കുക. ക്രോസ് ബാർ വരുമ്പോഴത്തേനും അവിടെ ഒരു ബുഷ് വരുന്നുണ്ട് ഈ കാണിക്കുന്നിടത്ത്. അത് കഴിഞ്ഞ് അപ്പുറത്തൊരു 10 വരുന്നുണ്ട്. എൻ്റെ വണ്ടിയിൽ 10 ഇല്ലായിരുന്നു, ഞാൻ സെപ്പറേറ്റ് എടുത്തിടുമായിരുന്നു. ഇത് രണ്ടും ആദ്യം പിടിപ്പിക്കുക. ആദ്യം പിടിപ്പിച്ച ശേഷം മാത്രം സൈഡിലത്തെ 2 10 പിടിപ്പിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് തിരിച്ച് പിടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല. സോ നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിതെല്ലാം കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ മാത്രം ഐഡിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യും.